മന്ത്രവാദത്തിന്റെ മറവിൽ കുടുംബത്തിൽ കയറിപ്പറ്റി 14-കാരനെ പീഡിപ്പിച്ച മന്ത്രവാദിക്ക് 17 വർഷം തടവ്. വളാഞ്ചേരി സ്വദേശി സൈനുൽ ആബിദിനെ മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ശിക്ഷിച്ചത്. 2016 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ 14-കാരൻ പീഡിപ്പിക്കപ്പെട്ടു. കുട്ടിയുടെ വീട്ടിലേക്ക് നിരന്തരം 3-4 മാസക്കാലത്തോളം ചെല്ലുകയും അവിടെ വെച്ച് ഈ കുട്ടിയുടെ സഹോദരിയെ ഈ മന്ത്രവാദ ചികിത്സയ്ക്ക് വിധേയമാക്കുകയും പ്രാർത്ഥനകളും മറ്റും നടത്തിയ ശേഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം പ്രതി തൊട്ടടുത്ത ലോഡ്ജിലേക്ക് രാത്രി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഈ കുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് പലതവണ വിധേയമാക്കുകയും ചെയ്തു എന്നുള്ള പ്രോസിക്യൂഷൻ കേസിലാണ് ഇന്ന് ഈ പ്രതിക്ക് ബഹുമാനപ്പെട്ട കോടതി 10 വർഷത്തെ കഠിന തടവിനും പോക്സോ ആക്ടിലെ 9L റെഡ് വിത്ത് 10 പ്രകാരം 7 വർഷത്തെ കഠിന തടവിനും 2,50,000 രൂപ പിഴയ്ക്കും വിധിച്ചിട്ടുള്ളത്. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് ചെയ്തു. ഗോകുൽ പറയൂ. മഞ്ചേരി അതിവേഗ ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതിയാണ് ഈ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. 2016 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള 4 മാസക്കാലം ഈ 14-കാരനെ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഈ 14-കാരന്റെ സഹോദരിക്ക് കുട്ടികൾ ഉണ്ടാവാത്ത ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ മന്ത്രവാദത്തിൽ കൂടെ കഴിയുമെന്ന് ഈ 14-കാരനെ ഇയാൾ വിശ്വസിപ്പിച്ചു. പിന്നീട് മന്ത്രവാദവുമായി ബന്ധപ്പെട്ട് 14-കാരന്റെ വീട്ടിലേക്ക് ഇയാൾ തുടർച്ചയായി എത്തുകയാണ്. പോകുന്നതിന് ശേഷം ഈ മന്ത്രവാദത്തിന് ശേഷം ഇയാൾ തിരികെ പോകുന്ന സമയത്ത് ലോഡ്ജിലേക്ക് ഈ 14-കാരനെയും കൂടെ കൂട്ടും. അങ്ങനെ നിരന്തരമായി പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ് പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ഇയാൾക്കെതിരെ കേസെടുക്കുകയും ഇപ്പോൾ ശിക്ഷ വിധിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഈ സംഭവം പുറത്തു വരുന്നത് ഇങ്ങനെയാണ്. 14-കാരൻ പഠനത്തിൽ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. അയാളുടെ പരീക്ഷാ കാലയളവിൽ പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത് മാർക്ക് കുറഞ്ഞത് കണ്ട് ഈ സഹോദരി തന്നെയാണ് ഇവരോട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. എന്തു പറ്റി എന്നതൊക്കെ ചോദിച്ചറിയുന്ന സമയത്താണ് ഈ പീഡനത്തിനിരയായ കാര്യം ഈ സഹോദരിയോട് ഇവൻ 14-കാരനായ കുട്ടി തുറന്നു പറയുന്നത്. ഇവനെ പേടിപ്പിച്ചു നിർത്തുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. അതായത് ഇത്തരത്തിലുള്ള പീഡന വിവരങ്ങളൊക്കെ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരിയുടെ ചികിത്സ ഭരിക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിർത്തുകയൊക്കെയായിരുന്നു ഈ 40-കാരനായിട്ടുള്ള സൈനുൽ ആബിദിൻ ചെയ്തിട്ടുള്ളത്. 2016 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പിന്നീട് നടത്തിയ വിചാരണക്കൊക്കെ ശേഷം 2025 ജനുവരിയിൽ ശിക്ഷ വിധിക്കേണ്ടതായിരുന്നു. ആ സമയത്ത് ഈ പറയുന്ന സൈനുൽ ആബിദിൻ മുങ്ങി ആരെയും കാണാതെ ഒളിവിൽ പോയി. പിന്നീട് SP-യുടെ നേതൃത്വത്തിലൊക്കെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മംഗലാപുരത്ത് നിന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു ചെയ്ത്. പിന്നീട് ഇപ്പോൾ ഇന്നാണ് ഈ ശിക്ഷാവിധി ഉണ്ടാവുന്നത്. 17 വർഷം തടവും 2.5 ലക്ഷം രൂപ പിഴയുമാണ് കോടതി. കുഞ്ഞുണ്ടാകാത്തതിന് മന്ത്രവാദ ചികിത്സ തേടിയ കുടുംബവും ഇവിടെ നമ്മൾക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.